അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ സുഹൃത്തുക്കളെ, കുരു നൗഷാദ് 2025 മെയ് മാസം 2-ാം തീയതി മടവൂർ ശൈഖുന അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിൽ പോയിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറയുക, മടവൂർ ശൈഖുനായുടെ മദ്ഹ് പറയുക എന്ന പേരിൽ മടവൂർ ശൈഖുനായുടെ ഹളറത്തിൽ പോയിട്ട് പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത വല്ലാത്ത ജാതിയുള്ള കള്ളത്തരമാണ്. അതൊന്ന് കേട്ടു നോക്കുക. ഇപ്പൊ ഉദാഹരണം പറയാം, പാണക്കാട് സാദാത്യങ്ങളോടുള്ള നിലപാട്, ആ നിലപാട് പഴയ കാലത്ത് ഞങ്ങളുള്ള കാലത്ത് എന്തൊക്കെ അന്ന് സെൻസിങ് ഒക്കെ ഉണ്ടല്ലോ, ആ ചട്ടം ഉണ്ടാവും, ഒന്ന് കാണിച്ചു കൊടുക്കുക. അന്ന് പോലെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ അന്നത്തെ പ്രവർത്തകരുടെ മനസ്സിൽ പാണക്കാട് സാദാത്യങ്ങളെ നിങ്ങൾ കൊണ്ടുപോയി വെച്ച രൂപം കണ്ട, നടുവിൽ ആ പിന്നെ തല രണ്ടാക്കി പിളർത്തിയത്, അത് പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങളെ അന്ന് നമ്മളൊക്കെ ഉള്ള കാലത്ത് സെൻസിങ് പത്രം കൊടുത്ത ചിത്രമാണത്. തങ്ങളെ തല പിളർത്തിയിട്ട് രണ്ടു ഭാഗത്തേക്ക് മാറ്റി പ്രസിദ്ധീകരിച്ചു. ഇവരെ ഒരു പത്രമായിരുന്നു അന്നിറങ്ങിയ. അതേപോലെ തന്നെ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ തല കണ്ടില്ല ഞങ്ങൾ, അപ്പർ തല തിരിച്ചാണ് പത്രം പ്രസിദ്ധീകരിച്ചത് തന്നെ. സെൻസിംഗ് നേരെ എഴുതിയുണ്ടോ, അതിന് തല കൊടുത്താണ്ടങ്ങൾ. ഒരാദരണീയനായ സയ്യിദിനെ ഇവരന്ന് ചെയ്ത പണിയായത്. ഈ രൂപത്തിൽ പാണക്കാട് സാദാത്യങ്ങളെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. ആർക്കാണിതിൽ സംശയം? പച്ചക്കള്ളം പറയുക, മടവൂർ ശൈഖുനയുടെ ആണ്ട് എന്നും പറഞ്ഞ്, മടവൂർ ശൈഖുനയുടെ പേരും പറഞ്ഞ്, മടവൂർ ശൈഖുന അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിൻ്റെ പരിസരത്ത് പോയിട്ട് പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത ദജ്ജാലിങ്ങളായ കദ്ദാബീങ്ങൾ. ഒന്ന് കേട്ടു നോക്കൂ സെൻസിങ്ങിനെ കുറിച്ച്. അന്നത്തെ കാലത്ത് മൗലാന പേരോട് ഉസ്താദ്, നിങ്ങൾ ഉസ്താദിൻ്റെ ഫോട്ടോവും ഉസ്താദിൻ്റെ രൂപമൊക്കെ കാണുമ്പോൾ ഏകദേശം 10-18 കൊല്ലത്തോളം പഴക്കമുള്ള പ്രസംഗമാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഒന്ന് കേട്ടു നോക്കി. ഒരു സെൻസിംഗ് പത്രം, ആ സെൻസിംഗ് പത്രവും ഞങ്ങളുടെ സംഘടനയും തമ്മിൽ എന്താണ് ബന്ധം? ആ പത്രത്തിൽ ഒരിക്കൽ ശിഹാബ് തങ്ങളുടെ തല കീഴാക്കി ഫോട്ടോ കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തിയായി പ്രസംഗിച്ചവരാണ് ഈ നിൽക്കുന്ന വിനീതനായ ഞാൻ. കാരണം അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുക എന്നത് സുന്നത്ത് ജമാഅത്താണ്. അത് പാർട്ടി നോക്കിയിട്ട് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശിആറും അതിന്റെ ചിഹ്നവും നിലനിർത്തേണ്ടത്. ഇനിയും ഞാൻ പറയട്ടെ, ഇന്നും ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് സുന്നി വോയിസ് എടുത്ത് വായിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ പത്രം എടുത്ത് വായിക്കാൻ കഴിഞ്ഞു. സെൻസിംഗ് എടുത്ത് വായിച്ചിട്ട് ഇത് ഞങ്ങളുടെ പത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമല്ലേ അപ്പുറത്തുള്ള വ്യക്തികൾ ചെയ്തത്? നോക്കിങ്ങൾ എത്ര വ്യക്തമാണ് ഉസ്താദ് അവർകൾ അന്ന് പ്രസംഗിച്ചത്. എന്നിട്ട് ഈ ദജ്ജാലും ഖദ്ദാബുമായ ചങ്ങായി മടവൂർ ശൈഖുനയുടെ ഹളറത്തിൽ പോയിട്ട് പച്ചക്കള്ളം തട്ടിവിടുകയല്ലേ. ഇനി ഒന്നും കൂടി ഓൻ പറയട്ടെ. അതേ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ സംബന്ധിച്ച് ചീത്തയായ കാര്യം പറയുമ്പോ, ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു മോശമായ സംഗതി പറയുമ്പോ 1000 വട്ടം ചിന്തിക്കണം. അവിടെ നമ്മൾ എന്തോ കേട്ടതോ അറിഞ്ഞതോ വിളിച്ചു പറയാ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാള് കേട്ടതൊക്കെ പറയാ, ഇത് തന്നെ മതി അയാള് വലിയ കള്ളനാണ് എന്ന് മനസ്സിലാക്കാൻ. 1000 വട്ടം ശ്രദ്ധിച്ച ഒരു വട്ടം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ കള്ളത്തരം പറയാൻ പാടില്ല. അപ്പം കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പിൻ്റെയും ആസാമികളാണ് കുരുവട്ടൂരികൾ. ഇനി ഇങ്ങനെ പറയുന്ന ആൾക്ക് എന്താ പറയാന്ന് ഞമ്മക്കൊന്ന് നോക്കിയേക്ക്. പോലെ തന്നെ പറയുന്നുണ്ട്, ഇതിനാണ് മരക്കൈത എന്ന് പറയാം, വിവരമില്ലാത്തവൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കട്ടെ ഈ കള്ളന്മാരുടെ ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു നമ്മൾക്കും നമ്മളെ പരമ്പരകൾക്കും തൗഫീക്ക് നൽകട്ടെ. നമ്മളെ ഉലമാക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അസ്സലാമു അലൈക്കും.